അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്ന ഒരു ദിക്ർ നമുക്കൊക്കെ അറിയുന്നൊരു ദിക്റാണ്. എല്ലാവർക്കും കാണാതറിയാം. ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നമ്മളെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്ന, ആര് ദുആ ചെയ്യുമ്പോഴും എപ്പോഴും ഉൾപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിക വചനം ഏതാണത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിലെ ഹസനത്ത്, നന്മകളൊക്കെ വേണം, ഞങ്ങൾക്ക് ആഖിറത്തിലും നന്മകൾ വേണം. ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ദുആയിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിക വചനം. ഈ ദുആ ഭൗതിക വിജയം, ദുനിയാവിന് വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ആരോഗ്യകരമായ നല്ലൊരവസ്ഥ, സാമ്പത്തിക ഉന്നമനം, എല്ലാം കൊണ്ടും ദുനിയാവിൽ ജീവിക്കുമ്പോൾ റാഹത്തായൊരു ഭാര്യ, എല്ലാം കൊണ്ടും നന്മ വരിക എന്നുള്ളതാണ്. നല്ല ബുദ്ധി, ഏതിനു നോക്കിയാലും സന്തോഷകരമായൊരവസ്ഥ. അള്ളാഹു നമുക്ക് അങ്ങനെ ദുനിയാവും ആഖിറവും നന്നാക്കി തരട്ടെ. ഇങ്ങനെ ദുനിയാവും ആഖിറവും നമുക്ക് നന്നായി കിട്ടാൻ, എല്ലാത്തിലും ഗുണങ്ങളായി വരാൻ ഒരു ദിക്ർ പതിവാക്കിയാൽ നമുക്ക് രണ്ട് ലോകവും വിജയമാവും, സന്തോഷമാവും. അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ തഹവ്വൽ അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിതൗഫീഖിഹി വലാ ഖുവത അലാ ത്വാഅതിഹി ഇല്ലാ ബിമഊനതിഹി. ഇതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖുള്ളവർക്കേ കഴിയുകയുള്ളൂ. വല്ലാത്തൊരു നിഅമത്താണ്. തെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരു മനുഷ്യൻ ഇല്ലാതെയാവുക എന്നുള്ളത് വലിയ നിഅമത്താണ്. അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും പറ്റില്ല. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, അള്ളാഹു ഒഴിവാക്കിയത് ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു സഹായമാണ്. അള്ളാഹു തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് അബൂ ത്വാലിബുൽ മക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ലക്ഷണം പറയുകയാണ്. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇസ്തഅമലഹു ബിൽ ഔഖാത്തിൽ ഫാളിലതി ലിയുസീദഹു അഫ്ളൽ സവാബ്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യന് നല്ലതുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം അള്ളാഹു തആല കൊടുക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. നല്ല റാഹത്തായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ അവൻ അള്ളാഹു ഇങ്ങനെ വഴിയിട്ട് കൊടുക്കും. അതിനുള്ള സാഹചര്യം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. അവന് ദുനിയാവും ആഖിറവും നന്നായതിൻ്റെ ലക്ഷണമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ഈ ദിക്ർ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു ദുനിയാവും ആഖിറവും അവനക്ക് റാഹത്താക്കി കൊടുക്കും, സന്തോഷത്തിലായി കൊടുക്കും. അള്ളാഹു ആക്കി തരട്ടെ. ഈ ദിക്ർ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മിഫ്താഹു റിസ്ഖ്. അവന് റിസ്ക്കിൻ്റെ വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. അല്ലാഹു തആല അവൻ്റെ എല്ലാ തൊഴിൽ മേഖലകളും, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല റിസ്ക്കിൻ്റെ, അവനൊരു ബുദ്ധിമുട്ട്, ദാരിദ്ര്യം അവനുണ്ടാവില്ല ഈ ദിക്ർ വർദ്ധിപ്പിച്ചാൽ. ഞാൻ പറയല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം ഒരു മനുഷ്യനെ ദാരിദ്ര്യം കുഫിരിയത്തിലേക്ക് നയിക്കുമെന്നാണ്. അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാവും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ആവശ്യമായ സമയത്ത് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ലാ ഹൗല വർദ്ധിപ്പിച്ചാൽ മിഫ്താഹു റിസ്ഖ്, അവൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു ആ സാഹചര്യത്തിന് അവനിങ്ങനെ ഇട്ടുകൊടുക്കും. രണ്ട്, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ,
അതിലൊക്കെ ഒരു ഫതഹ് കിട്ടാൻ, വിജയം കിട്ടാൻ, മിൻ അഅ്ലമി അബ്വാബിൽ ഫറജി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഏതൊരു വിഷയത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും അതിനൊരു ഫറജ്, ഒരു വിജയത്തിൻ്റെ ഒരു വഴി കിട്ടാൻ ഈ ദിക്റ് വർദ്ധിപ്പിക്കാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ ദിക്റ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഒരുത്തൻ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന ദുആ ചൊല്ലിയാൽ കാന ദവാഅം മിൻ തിസ്അതിൻ വതിസ്ഈന ദാഅ വഐസറുഹാ അൽഹം. 99. നമ്മളിതൊക്കെ കേട്ടതാണ്, പക്ഷെ നമ്മളിത് ചെല്ലുന്നവരുമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വളരെ സിമ്പിളാണല്ലോ. പക്ഷേ ഇത് ചെല്ലാനും, ഞാൻ ഏത് ദിക്റുകളുടെയും ദുആകളുടെയും ഖുർആൻ പാരായങ്ങളുടെയും മഹത്വങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു തൗഫീഖ് എന്ന കൂട്ടുകാരൻ നമുക്ക് ആവശ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പം നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാ അള്ളാഹ് ഇനി ഇത് പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പതിവാക്കാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ആ ഒരു തൗഫീഖ് കിട്ടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഊടിലും ഉറക്കിലും നടത്തത്തിലും ഇരുത്തത്തിലും യാത്രയിലും ലാ ഹൗല. ഉമ്മമാർക്ക് അടുക്കളയിൽ വേല ചെയ്യുമ്പോഴും പാചകം ചെയ്യുമ്പോഴും എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമുള്ള ദിക്റാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 99 രോഗത്തിന് പ്രതിവിധിയാണ് ഈ ലാ ഹൗല വലാ ഖുവത. ശിഫ ആണ്. അതിലേറ്റവും വൈസറുഹാ അൽഹം, ഏറ്റവും കുറഞ്ഞത് ടെൻഷന് പരിഹാരമാണ്. ഇന്ന് ബഹുഭൂരിഭാഗം ആളുകളും രോഗികളാകുന്നത് എന്തുകൊണ്ടാണ്? ടെൻഷൻ കൊണ്ടാണ്. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയി നോക്കൂ, ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴും നല്ല അള്ളാഹുവിലേക്ക് തവക്കുലിൻ്റെ ഒരു മനസ്സ്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു വിശ്വാസി പിടിച്ചു നിൽക്കും, മനസ്സ് വിടരുത്. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജബല്ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറല്ലാ വ ഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറല്ലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനൊരു സന്തോഷം എത്തിയാൽ അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും, അതവന് ഖൈറാണ്. വഇൻ അസാബതുഹു ളറാഉ സബറ ഫകാന ഖൈറല്ലാ. മുഅ്മിനായ മനുഷ്യനൊരു വിഷമെത്തിയാൽ അവൻ അത് എടുത്തു പറഞ്ഞ് അല്ലാഹു എന്നെ എത്ര പരീക്ഷിക്കുന്നു ഇങ്ങനെയൊന്നും അവൻ പറയില്ല. അവൻ തവക്കൽ അലല്ലാഹ്, അല്ലാഹുവിലേക്ക് തവക്കുലാക്കി ഫസബറ, എൻ്റെ റബ്ബിൻ്റെ വിധിയാണല്ലോ, അത് ക്ഷമിക്കും. അത് മുഅ്മിനിൻ്റെ ലക്ഷണമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. നിങ്ങൾ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി എന്നാണ്. അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫതഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പൊ 99 രോഗത്തിന് പ്രതിവിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇനി നാം ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി കുടുംബത്തോട്, നമുക്ക് എത്ര രോഗങ്ങളുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നു. ആ രോഗങ്ങൾക്കൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ ഒരു ദിക്ർ വർദ്ധിപ്പിച്ചാൽ അത് വല്ലാത്ത സമാധാനം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, മനുഷ്യനെ രോഗിയാക്കുന്ന ഏറ്റവും വലിയ ഘടകം മാനസിക പിരിമുറുക്കമാണ്. ആ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
സ്വർഗത്തിലെ നിധികളിൽ നിധിയായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പൊ ദാരിദ്ര്യത്തിന് പരിഹാരമാണ്, 99 രോഗങ്ങൾക്ക് ശമനമാണ്, ടെൻഷനുകൾക്ക് ശമനമാണ്. ഇത് താഴെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനത് നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ബലാ മുസീബത്ത്, രോഗങ്ങൾ, ഇടങ്ങേറുകൾ, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇത് ദുനിയാവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്തവർ ആരും ഉണ്ടാവൂല. അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഈ പരിശുദ്ധമായ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൂടുതലാക്കുക. ഏത് വിഷമത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ ചെല്ലുക. അള്ളാഹു വഴി കാണിച്ചു തരും. അള്ളാഹു വഴി കാണിക്കാതിരിക്കൂല. ഇത് നമ്മൾ പറയല്ല, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണല്ലോ. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. ഹബീബായ തങ്ങൾ അങ്ങനെ ഇഷ്ടാനുസരണം പറയില്ലല്ലോ. വഹി വന്ന് ദിവ്യ സന്ദേശം വന്നാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ റബ്ബ് നമ്മോട് കൽപ്പിച്ച, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ച ആ ദിക്ർ വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എന്ന ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് മറ്റൊരു പ്രത്യേകത ഇതിന് പറയുന്നത്, അള്ളാഹു നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ടോ, ഇനി നമ്മൾ ചെയ്ത നിഅമത്തുകളൊക്കെ, പടച്ചവനെ എനിക്ക് വീട് തന്നിട്ടുണ്ട്, പടച്ചവനെ എനിക്ക് സ്വാലിഹായ ഭാര്യയെ തന്നിട്ടുണ്ട്, നല്ല ബിസിനസ് തന്നിട്ടുണ്ട്, നല്ല മക്കളെ തന്നിട്ടുണ്ട്, അതുപോലെ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ, എനിക്ക് ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കാൻ, നിസ്കാരം ഖളാക്കുന്നൊരവസ്ഥ എനിക്ക് തന്നിട്ടില്ല, ഒരു മാരകമായ രോഗം എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെ റബ്ബ് തന്ന നിഅമത്തുകൾ മുഴുവനും നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കുക. ആ മനസ്സിൽ വിചാരിച്ച് ഇതൊക്കെ നിലനിൽക്കണം എന്ന ചിന്തയുണ്ടെങ്കിൽ ഒരു ദിക്ർ ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വഔലാദനാ സ്വാലിഹാ വദൗലതനാ ഖായിമാ വലാ തുസല്ലിത് അലൈനാ ളാലിമൻ യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, എൻ്റെ നിഅമത്ത്, എനിക്ക് എന്തൊക്കെ നിഅമത്തുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് നിത്യമാക്കി തരണേ അല്ലാഹ്. അതുപോലെ തന്നെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ എനിക്ക് എല്ലാം നിനക്കുള്ള ദൗലത്തും അത് നിലനിർത്തണേ അല്ലാഹ്. വലാ തുസല്ലിത് അലൈനാ ളാലിമൻ, ഒരു അക്രമി ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിപ്പിക്കല്ല അല്ലാഹ്. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം. അപ്പൊ ഈ പറയപ്പെട്ട നിഅമത്തുകൾ നാം ദായിമാകാൻ, നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഇത് ദായിമാകുന്ന നിത്യമായി നിലനിൽക്കാൻ, ഒന്നും പോകാതെ നിലനിൽക്കാൻ ഒരു ദിക്ർ വർദ്ധിപ്പിക്കണം. മറ്റൊന്ന്, അള്ളാഹു നമുക്കൊരു നിഅമത്ത് ചെയ്തു, ആ നിഅമത്തിന് നാം ശുക്ർ ചെയ്തിട്ടില്ല, എന്നിട്ട് ആ നിഅമത്ത് നീങ്ങിപ്പോയാൽ പിന്നെ അത് വരില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളൊരു നന്മ, നമുക്ക് സമ്പത്ത് അള്ളാഹു തന്നു, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ അത് നമ്മൾ ചെലവഴിച്ചില്ല, സക്കാത്ത് കൊടുത്തില്ല, സദഖ ചെയ്തില്ല, അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം നിഅമത്തുകൾ അള്ളാഹു തആല ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ലഇൻ ശകർതും ലഅസീദന്നകും എന്നല്ലേ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്ത, നന്ദി ചെയ്താൽ നിങ്ങൾക്ക് അതിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ആ ചെയ്ത നിഅമത്തുകൾ, ഇപ്പം ആരോഗ്യപരമായൊരവസ്ഥയാണ്, ഈ ആരോഗ്യമില്ലാത്തൊരവസ്ഥ വന്നാലേ ഇതിൻ്റെ നിഅമത്ത് അള്ളാഹു ചെയ്ത് നാം മനസ്സിലാക്കുള്ളൂ.
നമ്മളിങ്ങനെ പറയുന്നു. ഇത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അപ്പം ആ നിഅമത്തുകൾ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിത്യമായി നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മൻ അൻഅമല്ലാഹു അലൈഹി നിഅമതൻ ഫഅറാദ ബഖാഅഹാ ഫൽയുക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നിങ്ങൾക്കൊരനുഗ്രഹം ചെയ്തു, അത് നിത്യമായി നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത, ഇത് ഇങ്ങനെ ചെല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എനിക്ക് കൂടുതൽ ഇപ്പോൾ ചെല്ലാൻ ഇങ്ങനെ ചെല്ലാൻ തോന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമുക്ക് മിനിമം ഒരു 100 ലാ ഹൗല നമുക്ക് ചെല്ലണം. എൻ്റെ ശരീരത്തോടും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി കുടുംബത്തോടും പറയാണ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാണ്, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്നാ. അബൂ മുസൽ അശ്അരി തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധികളൊന്ന് പറഞ്ഞട്ടെ, സ്വർഗത്തിലെ നിധി ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, ബല, പറഞ്ഞു തരൂ നബിയേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ വർദ്ധിപ്പിച്ചത് സ്വർഗത്തിലെ നിധിയാണ്. അള്ളാഹു ആ സ്വർഗത്തിലെ നിധി നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. കൂടുതൽ സ്വലാത്തുകളും കൂടുതൽ ദിക്റുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളും, നാളെ വെള്ളിയാഴ്ചയാണ് അൽ കഹ്ഫ് സൂറത്തും, ഇതൊക്കെ വർദ്ധിപ്പിക്കുക. പരസ്പരം പ്രിയപ്പെട്ട വിശ്വാസി കുടുംബം ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഈ ദിക്ർ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദായിമാക്കാൻ, എപ്പോഴും ഞങ്ങളുടെ നാവ് അതുകൊണ്ട് നനച്ചിരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ബന്ധപ്പെട്ടുള്ള ഖബർ സ്വർഗത്തിൻ്റെ ഭവനമാക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.